അപ്പം നമുക്ക് വെച്ചോടത്തുനിന്ന് ഇങ്ങോട്ട് തിരിച്ചെടുക്കാം ഇല്ലേ. ഭാഗം 2. ഞങ്ങളുടെ ഈ 2 കാരണവന്മാരും പാലക്കാട്ടെ കല്ലടിക്കോട് പോയി വിദ്യ അഭ്യസിച്ച് തിരിച്ചു വരുന്ന സമയത്ത് പറന്നിട്ട് അത്ര വന്നത്. ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മെത്തല കയറിയിട്ട് കാര്യമില്ല എന്ന്. കാരണം എന്താ വെച്ചാൽ ഇതിന് എഴുതി വെച്ചിട്ടുള്ള തെളിവുകളോ ഒന്നുമില്ല. ആകെ വായ്മൊഴിയായിട്ട് പണ്ടുള്ള മുത്തശ്ശിമാർ പറഞ്ഞു തന്നിട്ടുള്ള കഥകൾ മാത്രമേ ഉള്ളൂ. ഏതായാലും അവർ തിരിച്ചെത്തി. അവർ രണ്ടുപേരും വിദ്യ അഭ്യസിച്ച് തിരിച്ചു വരണ സമയത്ത് 2 മധ്യമത്തിലുള്ള ശക്തികളെയും കൊണ്ടുവന്നു കേട്ടോ. ഒന്ന് കരിങ്കുട്ടിയും രണ്ടാമത്തത് ചൊവ്വയും. ഞങ്ങളുടെ ഈ 2 കാരണവന്മാർ എന്നും പുലർച്ചെ എണീറ്റ് വിരട്ടാൻതമ്മേനെ പോയി തൊഴുത് അവിടുന്ന് ഒരു കുംഭം വെള്ളം കൊണ്ടുവന്ന് പുലിത്തോല് വിരിച്ചിരുന്ന് ജപിച്ചിരുന്നു അത്രേ. അവർ ജപിച്ചിരുന്ന തറയാണ് ഇന്ന് കുളത്തിൻ്റെ കരയുടെ അവിടെ ഉള്ളത്. ഈ പണ്ടുള്ള തറവാടുകളിലൊക്കെ കരിങ്കുട്ടി, പറക്കുട്ടി, ചൊവ്വ, ഗുളിക എന്നൊക്കെ പറയണ മധ്യമത്തിലുള്ള ശക്തികൾ എന്തിനാണ് കുടിയിരുത്തിയിറക്കണത് വെച്ചാൽ തറവാടിൻ്റെ ഭൂമിയും വളപ്പും ഒക്കെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലോക്കൽ ഗാർഡിയൻസിനെ പോലെയാണ് അത്ര ഇവർ. ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തറവാട്ടിൽ തട്ടുംപുറത്തായിരുന്നു അത്രേ കാരണവന്മാരേനെ കുടിയിരുത്തി ഉണ്ടായിരുന്നത്. അത് മാത്രമല്ലാതെ തറവാട്ടിൽ മച്ചൽ ഭഗവതി ഉണ്ടായിരുന്നു. ശാന്തലുമ്മയുടെ വീട്ടിൽ മച്ചിലായിരുന്നു ഭുവനേശ്വരി ദേവി ഉണ്ടായിരുന്നത്. ഇനി ഈ രാമൻ കൃഷ്ണൻ എന്നുള്ള കാരണവന്മാർ മാത്രമല്ലാതെ ഇവരുടെ ഒരു അച്ഛനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ആ കാരണവരേനെ കുടിയിരുത്തി ഉണ്ടായിരുന്നത് മുക്കിലോട്ടിൽ മാലിന്യാൻ്റെ വീട്ടിലെ തട്ടുംപുറത്തായിരുന്നു. കാരണന്മാർക്ക് ഒരു പൂജ കഴിക്കും കേട്ടോ. പന്തലാട്ടം കഴിക്കുക എന്ന് അതിനെ പറയുക. അപ്പോൾ അതിനെ പറ്റിയിട്ട് അടുത്ത പ്രാവശ്യം പറയാം. ഏതായാലും ഇപ്പം ഇതോടെ ഇരിക്കട്ടെ അല്ലേ. അപ്പം എന്നാൽ ശരി, പോയിട്ട് പണിയുണ്ട്.